ഗമജുബ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ബാക്കി പാർക്കിലേക്കാണ് ഞങ്ങൾ ഔട്ടിങ്ങിനായിട്ട് വന്നത്. അത്യാവശ്യം വിജനിപ്പിച്ചൊരു പാർക്കാണ് ബാക്കി. വന്ന പാടെ ഞങ്ങൾ മൂന്നുപേരും ഓരോ ഐസ്ക്രീം വെച്ച് കഴിച്ചു. പിന്നെ കുറെ ദൂരം നടക്കണമായിരുന്നു. ഓരോ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോരോ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. പെട്ടെന്ന് മുന്നിൽ ഈ രണ്ട് പട്ടിക്കുട്ടന്മാർ കളിക്കുന്ന കണ്ടപ്പം കുറച്ചു നേരം അത് നോക്കി അങ്ങ് നിന്നു. അങ്ങനെ നടക്കവേ ഒരു ഫാമിലി ബീഗിളിൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അങ്ങനെ നടന്ന് ഞങ്ങൾ കയറി ചെന്നത് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടിലേക്കായിരുന്നു. പ്രായം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ഒരു ഉച്ചര കഴിഞ്ഞതുള്ളായിരുന്നു. അതുകൊണ്ട് അധികം ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഡോഗ്സ് ട്രെയിനിങ് സെന്ററിലോട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഡോബർമാനെ കണ്ടു. അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിന്റെ ലിസ്റ്റിൽ മുൻനിര തന്നെ നിൽക്കുന്ന വ്യക്തികളാണ് ഡോബർമാൻസ്. പുള്ളിയെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കാനാണ് ഈ അപ്പൂപ്പൻ ഇവിടെ നോക്കുന്നത്. കമ്പറിഞ്ഞപ്പോൾ പുള്ളി എടുക്കാനേ ഓടിയിരുന്നെങ്കിലും തിരിച്ചു വരാനുള്ള ഇൻട്രസ്റ്റ് പുള്ളിക്കുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം ഇയാളെ ഇവിടെ കണ്ടു. നല്ല രസത്തിലെ കാണാൻ. എന്നൊരു പുള്ളിക്കാരൻ രണ്ട് മരത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റോപ്പ് കെട്ടി അതിലേക്കൂടെ നടന്നു പോയി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിൽ തെരുവുനാടൊക്കെ ഓർമ്മ വന്നേ. ഇനി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്തു. കാരണം ഞങ്ങളും കുട്ടികളാണല്ലോ. ഞാനിതിനകത്തൊന്ന് കറങ്ങാൻ കയറിയാൽ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ തലയും കറങ്ങി ഛർദ്ദിക്കാറായപ്പോൾ ഞാൻ വെളി ഇറങ്ങി. പട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പാർക്കുകളും ഉണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളെ കളിപ്പിക്കാനായി കുറേ പേരൻസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. കുറേ നേരം അവിടെ അങ്ങനെ ഞങ്ങൾ പിന്നെ കുട്ടികളെയും പട്ടികളെയും എല്ലാം വാച്ച് ചെയ്തതിന് ശേഷം ഇരുട്ടായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിങ്ങും കണ്ണിപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ. മസ്സലാം.